റുവാക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് റുവാക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്, മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇതിനൊരു ടെയിലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി ആയിട്ട് മാമി തച്ചു തന്നിട്ടുണ്ട്. എന്റെ മാമിയാണ് തച്ചത്, എന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ മൂത്ത ബ്രദറിന്റെ വൈഫാണ് കേട്ടോ തച്ചത്. നല്ല അടിപൊളിയായിട്ട് തയ്ക്കും. ഇല്ല, അപ്പൊ ഇതാണ് ആ ടെയില്. ഇത് ഇങ്ങനെ ഉടുപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോ ഇതിങ്ങനെ കിടക്കും. ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡ്. അപ്പൊ നമ്മൾ അതിൽ റുവാന്ന് അവളുടെ പേര് ഗ്ലിറ്റർ കൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് റുവാക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്. ഇനി നമുക്ക് ഓരോരോ ഡ്രസ്സായിട്ട് കാണാം. ഈ ഒരു ഡ്രസ്സ് റുവാടെ ആ ഡ്രസ്സ് തയ്ച്ച എന്റെ മാമി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഇതൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മള് മറ്റേ ഭാരതിയിലൊക്കെ കാണുന്ന പോലത്തെ. അതുമല്ല, നമ്മൾ റെഡിമെയ്ഡ് ഷോപ്സിലൊക്കെ പോകുമ്പോ കാണുന്ന സെയിം അതുപോലെ തയ്ച്ചു വെച്ചേക്കുന്നത്. അടിയിലാണല്ലേ. ഏസ് എന്റെ മാമിയുടെ വീട് വരുന്നത് അമരവിളയിലാണ്, നെയ്യാറ്റിൻകരയുടെ അടുത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഇതുപോലെയൊക്കെ കുട്ടികൾക്കോ വലിയവർക്കോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് മാമി കൊടുക്കാം കേട്ടോ. നിങ്ങക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് നമ്പർ സെൻഡ് ചെയ്ത് തരാം. അല്ല അടിപൊളിയായിട്ട് തയ്ക്കും. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതൊക്കെ റെഡിമെയ്ഡ് പോലെ ഇരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ വാങ്ങി തയ്ച്ചതാണ്. കാരണം റുവാക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടി, എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ, അടിപൊളിയായി. അടുത്ത ഡ്രസ് ഇതാണ് കേട്ടോ, ഒരു ലാവൻഡർ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സാണ്. ഇതായാലും ഈ ഒരു ഡ്രസ് ആയാലും ഇതിന്റെയൊക്കെ കളറാണ് ഇപ്പോ കൂടുതൽ വൈറലായി കൊണ്ടിരിക്കുന്നത്. കാരണം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇത് എന്റെ മാമാടെ സിസ്റ്റർ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ മാമിയും ഹസ്ബൻഡും തന്നെയാണ്. നല്ല ക്യൂട്ട് കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പൊ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന, ഇതൊക്കെയാണ് ഭംഗിയെന്ന് തോന്നുന്നു. പേസ്റ്റൽ ഷെയ്ഡ്സ്, ഡാർക്കർ ഷെയ്ഡ്സ് ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണല്ലോ. ഡാർക്കർ ഷെയ്ഡ്സ് ഒക്കെ പണ്ടാണ്. ഇപ്പൊ നമ്മുടെ പേരൻസിനും ഇപ്പോഴും റെഡും ബ്ലൂ ഒക്കെ. പക്ഷെ നമ്മളൊരു പാർട്ടി ഒക്കെ നോക്കുമ്പോ നമ്മളാണ് സെൻട്രൽ അട്രാക്ഷൻ ആയിട്ട് നിൽക്കേണ്ടതെങ്കിൽ ഡാർക്കർ ഷെയ്ഡ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ നമ്മളൊരു ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. മക്കൾക്ക് ഇത് ഇട്ട് കൊടുക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചുകൂടെ വലിയൊരു ടോപ്പാണ്. അവള് വലുതാകുമ്പോ നമുക്ക് ഇട്ടു, നമുക്കൊരു നഴ്സറി കൊള്ളാല്ലേ. ഇതും ലൈക്ക് ആ കളറിനോട് ആ ബ്ലാക്ക് കളർ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഇതൊക്കെ ആര് തന്നെ അറിയത്തില്ല കേട്ടോ ഗായ്സ്. ഇതൊക്കെ നമുക്ക് പിന്നെ പിന്നെ ആകുമ്പോ ഇടാൻ ഇടാം. റുവ വളരും തോറും നമുക്ക് ഇടാം. കൊറേ ഡ്രസ്സാണ്. ഇതും വലുതാ, കുറച്ച് വലിയ ഡ്രസ്സാ. ഇതും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അടുത്തൊരു ട്രൗസറും ഇതൊക്കെ ഇതിന്റെ ആണെന്ന് തന്നെ അറിയത്തില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ട് എല്ലാം മിസ്മാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണെന്ന് വിശ്വസിക്കാം. പിന്നെ ഈ ട്രൗസർ കണ്ടിട്ട് കറക്റ്റാന്ന് തോന്നാനുള്ള. പക്ഷെ ഓക്കെ, നമുക്ക് ഇട്ട് കൊടുക്കാം. ടീഷർട്ട് എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും. നല്ലത് ഒരു ഫ്രോക്കാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ലാവൻഡർ ഷെയ്ഡിൽ നിന്ന് പർപ്പിളിലോട്ട് വരുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് പിള്ളേർക്കൊന്നും പെട്ടെന്ന് ഇറിറ്റേഷൻ തോന്നുന്ന മെറ്റീരിയൽ ഒന്നും അല്ല. മിക്ക ഫ്രോക്കുകളും അങ്ങനെയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ഇപ്പൊ അതാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് കൂടുതൽ ഇടാൻ കൺവീനിയന്റ് ആയിരിക്കും. ഇത് എന്റെ കൊച്ചുമ്മ വാങ്ങി തന്നെയാണ് കേട്ടോ, എന്റെ കാസിമിന്റെ ഉമ്മ എന്നുവെച്ചാൽ എന്റെ കൊച്ചുമ്മായും കൊച്ചാപ്പായും ഗിഫ്റ്റ് ചെയ്തതാണ്. അവര് വേറൊരു ടോയും കൂടെ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പൊ ഇത് നല്ല രസമുണ്ട് കേട്ടോ. റാണി പിങ്ക് ഷെയ്ഡില്. ഇത് റുവ ഇട്ടാ എനിക്ക് സങ്കല്പിക്കാൻ വയ്യ, ചെത്തായിരിക്കും. ഫുൾ കൈ ആണെന്ന് തോന്നുന്നത്. പാർട്ടി വെയർ ആണ്. ഇങ്ങനെ ഒരു വർക്ക് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. കയ്യിൽ കണ്ടില്ലേ, ഭയങ്കര മോഡലായിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല കളർ, നല്ല രസമായിരിക്കും. റുവാക്കുട്ടിക്ക് ഞാൻ ഇത് ഉടനെ ഇട്ട് കൊടുക്കണം. കാരണം ഇതൊക്കെ ഷോർട്ട് ആയി തുടങ്ങി. റുവാക്കുട്ടി കുറച്ച് ആള് ഹൈറ്റുള്ള ആളാണ്. ഈ ഒരു ഡ്രസ്സാണ്. നമുക്ക് ഓൾറെഡി ഒരു ഗ്രീൻ കിട്ടി, അതിൽ നിന്ന് കുറച്ച് ഡാർക്ക്. നല്ല രസമുണ്ടല്ലേ ഈ ലേസ് വർക്ക്. ഇപ്പൊ ഈ ലേസ് വർക്കും അതുപോലെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ആണല്ലോ കൂടുതൽ ട്രെൻഡിങ്. നല്ല രസമുണ്ട്. ഇവിടെ കഴുത്തിന്റെ ഭാഗത്ത് നെറ്റ്, അതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. ഒരു പാർട്ടി വെയറാണ്. നമ്മൾ പണ്ടേ കാണുന്ന പോലത്തെ ഒരു മോഡലാണല്ലേ. നല്ല രസമുണ്ട്. മെറൂൺ ഷെയ്ഡാണ് കേട്ടോ, മെറൂണും ക്രീമും നല്ല കോമ്പിനേഷൻ. അതിന്റെ നെക്കിലുള്ള വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നോക്കി കണ്ടോ, അടിപൊളി. അതൊക്കെ രൂപ ഇട്ടാൻ നൈസ് ആയിരിക്കും. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഇടാനേ പറ്റുള്ളൂ. ഇപ്പൊ ഇടാനേ പറ്റത്തുള്ളൂ. അടുത്തത് ഒരു
പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. എന്റെ സിംഗം മാമ എന്ന് ഞാൻ വിളിക്കും, കാരണം എന്റെ ഉമ്മയുടെ ഏറ്റവും ഇളയ ചേട്ടനാണ്, മാമ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്റെ സിംഗം മാമ തന്നെ ഫ്രോക്കാണ്. നല്ല കളർ ഷെയ്ഡ്, നല്ല രസമാണ്, അടിപൊളി. ഇതൊക്കെ റുവാക്കുട്ടിക്ക് ഐ തിങ്ക് ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മള് ചിലപ്പോ അവർക്ക് ഇപ്പൊ ഇടുമ്പോഴേ ഷോൾഡർ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം അവർക്ക് ഓൾമോസ്റ്റ് നൂലേറ്റ് സമയത്ത് ഒരുപാട് ഇതുപോലെ നല്ല നല്ല ഡ്രസ്സുകൾ നമ്മള് മാറ്റി മാറ്റി വെച്ച് ഞാൻ വിചാരിച്ചു എന്റെ കുറിച്ച് വളർന്നിട്ടില്ലല്ലോ, അത് നല്ല ഇറക്കമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കാണ്ട് മാറ്റി മാറ്റി വെച്ചു. എന്നിട്ട് എന്തായി, ഞാൻ ഇട്ട് കൊടുത്തപ്പോ പിന്നീട് ഞാൻ അതെടുത്ത് ഇട്ടപ്പോ അത് നല്ല വലുതായി, ചെറുതായിപ്പോയി. അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഞാൻ അതിന് തുണിയുന്നില്ല. എന്തെങ്കിലും പരിപാടി വന്നാൽ ഞാൻ എല്ലാ ഡ്രസ്സും ഇട്ട് കൊടുക്കും കേട്ടോ. അടുത്തൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ പറ്റും, പക്ഷെ ഇത് റുവക്കുട്ടിക്ക് ചേരുമോ എന്നുള്ളൊരു കാര്യത്തിലൊരു ഡൗട്ടുണ്ട്. കാര്യം ഇത് കുറച്ചും കൂടെ പക്ഷെ നല്ല കളർ, ഇട്ട് നോക്കാം, എന്തായാലും ഇട്ട് നോക്കും ഞാൻ. ഉടനെ ഇട്ട് നോക്കും. നമുക്കൊരു 2-3 കല്യാണം വരുന്നുണ്ട്. സോ ഉടനെ ഇട്ട് നോക്കും, ചെയ്യണം. നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി കോട്ടൺ ഡ്രസ്സാണ് കേട്ടോ. സമ്മറിലൊക്കെ ഇട്ട് കൊടുത്താ കുട്ടിക്ക് ചൂടൊന്നും. ഇതൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സുകളാണല്ലോ, ഇതുപോലത്തെ ക്ലോത്ത് ആണല്ലോ കൂടുതൽ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുക. നല്ല ക്ലോത്ത് മനസ്സിലുണ്ടാവും. ആ ഒരു ഭംഗിയും അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല കളർ. അപ്പൊ ഇത് എന്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് ആ പിള്ളേർ സെറ്റ് കൊണ്ടുവന്നതാണ് കേട്ടോ. അവരൊക്കെ കൊച്ചു പിള്ളേർ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരാ. അവര് മെനക്കെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതാ. താങ്ക് യു സോ മച്ച്. അടുത്ത് നോക്കൂ ഗൈസ്, ഇതും ഒരു സമ്മർ വെയറാണ്, അടിപൊളിയാണ്, പിൻട്രസ്റ്റ് വൈബാണ്, നൈസായിട്ടുള്ള. ഇത് എന്റെ ഫ്രണ്ട്, ഞാൻ ഓസമാനം വിളിക്കുന്ന റിസ്വ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യുടാ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്. എനിക്ക് ഇങ്ങനെ ബുഫ് ബുഫെന്ന് ഇരിക്കുന്ന ഡ്രസ്സുകൾ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ കുട്ടിക്ക് ഇട്ട് കുറെ നേരം നിൽക്കുമ്പോ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഇപ്പം രാവിലെ ഇട്ടാലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റും. മറ്റേത് നമ്മൾ കൊണ്ടുപോകും, കുറച്ചു നേരം കഴിയുമ്പോ നമ്മൾ മാറ്റേണ്ടി വരും. ഈ കളറും അടിപൊളി, നല്ല കളർ. ഒരു ബേബി പിങ്ക് കളറാണ് കേട്ടോ, സൂപ്പർ. അടുത്ത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ, ഒരു ഡെനി. ഇതൊക്കെ കുറച്ചുകൂടെ വലുതാകുമ്പോ ഇടാൻ പറ്റും, വലുതായിട്ടിടാൻ പറ്റുന്ന ഡ്രസ്സാണ്. നഴ്സറിയിലൊക്കെ പോകുമ്പോ ഇടാൻ വേണ്ടിയുള്ള കുറെ ഡ്രസ്സ്. അതെ. പിന്നെ ഒരു ബെൽ ബോട്ടം പാന്റും എനിക്ക് കൊച്ചിലേ ഉണ്ടായിരുന്നു. എനിക്കില്ലായിരുന്നു. ഒരു കൊച്ചിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു മോഡൽ, ഒരു ബെൽ ബോട്ടം പാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇട്ടാണെങ്കിൽ ജേന പോലെ ഇരിക്കുന്നു. അതെ, എനിക്കുണ്ട്. കൊള്ളാം, നല്ല രസം. കളർ ഷെയ്ഡ് കൊള്ളാം. ഇതൊക്കെ ഇട്ടോണ്ട് നടക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ഇതൊക്കെ നമ്മൾ ഒരു വട്ടം കണ്ടതാണ് കേട്ടോ, പിന്നെയും കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നണില്ല എനിക്ക്. കാരണം നല്ലോണം കണ്ടില്ല നേരത്തെ, ഇപ്പോഴാണ് തോന്നുന്നത്. നേരത്തെ കുറെ തിരക്കായിരുന്നു, നമ്മൾ പോയി വന്ന ഉടനെ വീഡിയോ എടുക്കാം, അൺബോക്സ് ചെയ്യും. കാരണം അങ്ങനെയാണല്ലോ, നമുക്കിങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താ അതെന്ന് കാണണമെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല ഗൈസ്. അത് നമുക്ക് മാത്രമല്ല, വലിയവർക്കും അങ്ങനെ തന്നെ. അത് നമുക്ക് ആ പൊട്ടിച്ച വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, അത് ഫുൾ ഫോളോ ആയി. അപ്പൊ നമുക്ക് അടുത്ത് കാണാം. ഉള്ളില് റോംബറാണ്, നല്ലൊരു ഫ്രോക്കാണ്. ഉള്ളില് നമുക്കൊരു റോംബർ ടൈപ്പാണ് വരുന്നത്. ഇങ്ങനത്തെ കാണിച്ച ആ ഒരു സൂപ്പർ ഡ്രസ്സിന്റെ ഭയങ്കര ക്യൂട്ടായിരിക്കും ഇത് ഇട്ട, എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഇത് ഇട്ടിട്ട് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി ഇത് റുവാടെ സെക്കൻഡ് ബ്ലാക്ക് ആണ്. സെക്കൻഡ് ബ്ലാക്ക് ആണ് ഇത് റുവാടെ. കാരണം റുവാക്കുട്ടിക്ക് പ്രീ ബർത്ത്ഡേ ഷൂട്ടിനിട്ട ഡ്രസ്സാണ് റുവാക്കുട്ടിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഡ്രസ്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഡ്രസ്. ബ്ലാക്ക് ഡ്രസ് ഒന്നും അങ്ങനെയില്ല, വൈറ്റ് പക്ഷെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അവൾ ആ ഒരു 1 ഇയറിനകത്ത്. ബ്ലാക്ക് ഇല്ലായിരുന്നു, അതാണ് ഞാൻ പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് ബ്ലാക്ക് കളർ ചൂസ് ചെയ്തത്. പോലത്തെ ഒരു കൂൾ ഡ്രസ്. കുറച്ചുകൂടെ വലുതാവണം, കുറച്ച് വലുതാവുമ്പോഴേക്കും പാർക്കിലൊക്കെ പോകുമ്പോൾ നടക്കാനൊക്കെ പറ്റുമ്പോഴേ അതൊരു നല്ലൊരു ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് സോഫ്റ്റാ, നല്ല രസം. അതുകൊണ്ട് അവർക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ലൈക്ക് നമുക്ക് വിചാരിക്കും ഇത് ഫ്രോക്ക് ആണെന്ന്, പക്ഷെ ഇതാണ് എന്താ പറയുന്നത് നമ്മള് ജംസൂട്ട്. ഷോർട്സ് വരുന്ന ജംസൂട്ട് ആണ് കേട്ടോ. പാന്റ് വീണ്ടും ഒരു നല്ല കോഡ് സെറ്റ്, നമുക്ക് കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോ ഇടാം. ഇതൊക്കെ റോക്ക് ഇപ്പൊ പാകമായിരിക്കും കേട്ടോ, ഇപ്പൊ ഇട്ട് നോക്കിയാ പറ്റും. അത് നല്ല കളർ ഗൈസ്,
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് കണ്ടിട്ട് പൊന്മുടി പോകാത്തത്. പാവാട, ഉടുപ്പ്, പാവാടയും ഉടുപ്പ് കൊള്ളാം. നല്ല പീച്ച് കളർ. ഇതും നല്ലൊരു കൂളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇതൊക്കെ ഇപ്പൊ ഇടാൻ പറ്റില്ല. കുട്ടി ട്രൗസറും ഒരു ബോഡി ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. നോക്കി ബീച്ച് വെയർ പോലെ കൊള്ളാം. ഇതൊക്കെ സമ്മറിലാണ് നല്ല രസമായിരിക്കും കേട്ടോ ഗൈസ്. ഒരു ഫ്രണ്ടില് അത് തേളാണ്. തേള് ഒരു സീറ്റ് ബെൽറ്റ് പോലെയാണ് നിൽക്കുന്നത് അല്ലേ? ഒരു ബെൽറ്റ് സൈഡ് ബാഗ് പോലെ തോന്നുന്നുണ്ട്. ശരിയാ, തേള. ഇനി അടുത്ത് ഒരു ഫ്രോക്കാണ്. കുട്ടിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഫസ്റ്റത്തെ ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റിലെ ഡ്രസ് ഇതായിരുന്നു. ഇത് നമ്മുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഉമ്മ കൊണ്ട് തന്നെയാണ് കുട്ടിക്ക്. ഈ ഒരു ഡ്രസ്സ് കിട്ടിയ ഭാഗ്യത്തില് ഈ ഡ്രസ്സ് കിട്ടിയ ഭാഗ്യമായിരിക്കണം മേ ബി ഒരുപാട് ഇത്രയും ഡ്രസ്സ് വന്നു കൂടിയത്. അതുപോലെ ടെഡി ബിയർ ആദ്യമായിട്ട് തന്നെ അനുഗ്രഹിച്ചത് സാക്ഷാൽ ഷാജിനെയാണ്. അതുകൊണ്ട് ഒരുപാട് ടെഡി ബിയേഴ്സ് കിട്ടി. അപ്പൊ ഈ ഒരു ഫ്രോക്ക് ഇതും കുറച്ച് വലുതാണ് കേട്ടോ. കുറച്ചല്ല, ഇത് നല്ല ഒരു കൂൾ കളറിൽ വരുന്ന വൈറ്റ് ആൻഡ് അടിപൊളി എന്തായിരുന്നു യെല്ലോ കളർ. വൈറ്റ് ആൻഡ് യെല്ലോ നല്ല രസമുണ്ട്. നല്ല പാവാട. ഇതിട്ടെടുത്താൽ ടെന്നീസ് അരിയെ പോലെ ഇരിക്കും. ടെന്നീസ് കളിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ പാവാട ഇട്ട് വിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അധികം പാവാട ഉടുപ്പൊന്നും ഇല്ല കുട്ടിക്ക്. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര രസം. ഈ ഡ്രസ് ഞാൻ എന്റെ അകത്ത് വരുന്നതിന് ഈ ഒരു യെല്ലോ. അതും കോംപ്രമൈസ് ഒന്നും ഇല്ല ഗൈസ്. കയ്യിലെ ഫ്രില്ലൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ട്. കൊള്ളാം. എനിക്ക് ഡ്രസ് ഇതൊരു കോഡ് സെറ്റ് ആണ് കേട്ടോ. സെയിം ഫാബ്രിക്കിൽ വരുന്ന. ലൈക്ക് ഇത് ഫ്രണ്ടിലൊക്കെ നെറ്റ് ചുട്ടിയൊക്കെ ഉണ്ട് കാര്യം. ഓക്കെ, കീച്ചെയിനോ എന്തൊക്കെയാണ് ഹാൻഡില് കീച്ചെയിനുണ്ട്. സാൻഡ് ഒരു കീച്ചെയിൻ കിടക്കുന്നു. ഉടുപ്പിലൊരു നെറ്റ് ചുറ്റി പാന്റ് ഉടുക്കുക. ഇത് ഇടാൻ കുറച്ച് ആള് വലുതാവണം. ബട്ട് ഇത് നല്ല രസമുണ്ട്. എന്തോ കീച്ചെയിനോ? കീച്ചെയിനൊക്കെ തുണി കിടക്കുന്ന എല്ലാത്തിനും. അപ്പൊ ഒരു നല്ല കോട്ടൺ ഡ്രസ്സാണ്. അതിനൊരു കുട്ടി നിക്കറും ഉണ്ട്. അതുപോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു യെല്ലോ ഫ്ലവർ നല്ലൊരു യെല്ലോ. രണ്ടും അകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് കളറില് ലൈൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സും പുറത്ത് ഡെനി. നോർമലി കണ്ടുവരുന്ന ഡങ്കിരി അല്ലേ? ടീയും ടോപ്പുമായിട്ട് വരുന്നതാ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. നല്ല കളർ അകത്തിട്ട് കൊടുക്കും. എനിക്ക് പക്ഷെ ഇത് പേരായിട്ട് ഇടുന്നതിനെക്കാട്ടി ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് അല്ലാതെ ഇടുന്നതായിരിക്കും നല്ലത്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് രണ്ടുമായിട്ട് ഇങ്ങനെ തേവയാണ്. ഇതിങ്ങനെ ഇട്ടിട്ട് ഈ ഒരു പാൻറ്റുമായിട്ട് പെയർ ചെയ്യാൻ നല്ല രസം. പാന്റ് കൊള്ളാട്ടോ. നല്ല വൈറ്റ് കളർ ഈ ഒരു ജാക്കറ്റ് പോലെ. അകത്ത് എന്തെങ്കിലും ഒരു വൈറ്റ് ഇത് കുട്ടി കുറച്ച് നാളെടുക്കും ഇടാൻ വേണ്ടി. ബട്ട് നല്ലതാ. നമുക്കിപ്പോ ഇപ്പൊ ഇടാൻ പറ്റുന്ന ഡ്രസ്സസും കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാള് കഴിഞ്ഞ് ഇടാൻ പറ്റുന്ന കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം നാള് കഴിഞ്ഞ് ഇടാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പാന്റ്. സ്കൂളിൽ പോകുമ്പോ റുവാക്ക് കൊറേ ഡ്രസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡ്രസ് നമ്മുടെ ഒരു മാമി ഉണ്ട്, സോലിഹ മാമി. മാമി കൊണ്ട് ഈ ഒരു ഹാമ്പറിനകത്ത് ഫുൾ ഗാലക്സി ഡയറി മിൽക്ക്, മിൽക്കി ബാർ, കിറ്റ്കാറ്റ്, സ്നിക്കേഴ്സ് എന്ന് വേണ്ട എല്ലാ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് നിറയുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് വീഡിയോ ഒക്കെ നേരത്തെ എടുത്തിരുന്നു. ആ വീഡിയോയിലെ ക്ലിപ്പിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇടാട്ടോ. അപ്പോ ഇതെന്ത് ചെയ്തു, അവസാനം ഇത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ കിടക്കുക. അപ്പൊ നമ്മുടെ ഡ്രസ്സും ടോയ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഗൈസ്